അമേരിക്കയിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മലയാളി പ്രവാസികളും H1B L1 വിസയിൽ ജോലി ചെയ്യുന്ന കുടിയേറ്റ കുടുംബങ്ങളും അടിയന്തരമായി അറിഞ്ഞിരിക്കേണ്ട നിർണായകമായ ഇമിഗ്രേഷൻ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. US ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന സ്വാഭാവിക പൗരത്വം അഥവാ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് നിയന്ത്രിക്കാനും ബർത്ത് ടൂറിസം പൂർണ്ണമായി തടയാനുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2 പുതിയ നിർണായക എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം നിഷേധിക്കാനുള്ള ട്രംപിന്റെ ആദ്യ എക്സിക്യൂട്ടീവ് ഉത്തരവ് US സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരുന്നു. എന്നാൽ സുപ്രീം കോടതി വിധിയിലെ നിയമപരമായ വിടവുകൾ ചൂണ്ടിക്കാണിച്ച് പുതിയ ഭേദഗതികളോടെ നിയമനിർമ്മാണത്തിന് ഫെഡറൽ ഭരണകൂടം ഇപ്പോൾ വീണ്ടും മുതിർന്നിരിക്കുകയാണ്. ഈ പുതിയ എക്സിക്യൂട്ടീവ് ഓർഡറുകൾ പ്രവാസി മലയാളികളെ എങ്ങനെ ബാധിക്കും? നിങ്ങളുടെ കുട്ടികളുടെ പൗരത്വത്തെ ഇത് ബാധിക്കുമോ? അമേരിക്കൻ ഭരണഘടനയുടെ 14ാം ഭേദഗതിയും ഈ പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവുകളും തമ്മിലുള്ള നിയമ പോരാട്ടം എന്താണ് എന്നിവയാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. വൈറ്റ് ഹൗസിൽ വെച്ച് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് സ്റ്റീഫൻ മില്ലർ, കൊമേഴ്സ് സെക്രട്ടറി ഹവാർഡ് ലുഡ്നിക് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പ്രസിഡന്റ് ട്രംപ് ഈ പുതിയ നിർണായക ഉത്തരവുകളിൽ ഒപ്പുവെച്ചത്. സുപ്രീം കോടതി വിധി നിർഭാഗ്യമായിരുന്നുവെന്നും അതിനാൽ ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തിയാണ് പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലൂടെ ചെയ്യുന്നതെന്നും ട്രംപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. പ്രധാനമായും 2 എക്സിക്യൂട്ടീവ് ഉത്തരവുകളാണ് ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ എക്സിക്യൂട്ടീവ് ഓർഡർ അമേരിക്കൻ മണ്ണിൽ ജനിച്ചാലും സ്വാഭാവിക പൗരത്വത്തിന് അർഹതയില്ലാത്ത വിഭാഗങ്ങളുടെ നിർവചനം വിപുലീകരിക്കുന്നതാണ്. വിദേശ സർക്കാരുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ മക്കൾ, വിദേശ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ മക്കൾ, വിദേശ തീവ്രവാദ സംഘടനകളിൽ അംഗങ്ങളായിരിക്കുന്നവരുടെ മക്കൾ, കൂടാതെ അമേരിക്കയിലേക്ക് പ്രവേശിക്കാനോ കുടിയേറാനോ വ്യാജരേഖകൾ സമർപ്പിച്ചവരുടെ കുട്ടികൾ എന്നിവർക്ക് പൗരത്വം നൽകേണ്ടതില്ല എന്ന് ഈ ഉത്തരവ് വ്യക്തമാക്കുന്നു. കൂടാതെ കുട്ടിക്ക് US പൗരത്വം ലഭിക്കുന്നതിനായി വ്യാവസായിക അടിസ്ഥാനത്തിൽ അമേരിക്കയിൽ വന്ന് പ്രസവിക്കാൻ മാതാപിതാക്കൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയാൽ അത്തരം കുട്ടികൾക്കും സ്വാഭാവിക പൗരത്വം ലഭിക്കില്ലെന്ന് പുതിയ എക്സിക്യൂട്ടീവ് ഓർഡർ വ്യക്തമാക്കുന്നു. രണ്ടാമത്തെ എക്സിക്യൂട്ടീവ് ഓർഡർ ബർത്ത് ടൂറിസം പൂർണ്ണമായും തടയുന്നതിനായി വിദേശകാര്യ മന്ത്രാലയത്തിനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിക്കും അടിയന്തര ചുമതലകൾ നൽകുന്നതാണ്. ടൂറിസ്റ്റ് വിസയിലോ വിസിറ്റർ വിസയിലോ പ്രസവിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രം അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്നതും ബിസിനസ് അടിസ്ഥാനത്തിൽ ഇത് നടത്തുന്ന ഏജൻസികളെ തടയുന്നതുമാണ് ഈ ഉത്തരവിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇവിടെ പ്രവാസി മലയാളി കുടുംബങ്ങൾക്കിടയിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയം H1B L1 F1 വിസകളിൽ അമേരിക്കയിൽ കഴിയുന്ന മാതാപിതാക്കളുടെ കുട്ടികളെ ഈ നിയമം നേരിട്ട് ബാധിക്കുമോ എന്നതാണ്. അമേരിക്കൻ ഭരണഘടനയുടെ 14ാം ഭേദഗതി പ്രകാരം അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന ഏതൊരു കുട്ടിക്കും സ്വാഭാവിക US പൗരത്വം ലഭിക്കാൻ നിയമപരമായ അവകാശമുണ്ട്. കഴിഞ്ഞ ജൂൺ 30 പുറപ്പെടുവിച്ച ചരിത്രപരമായ വിധിയിലൂടെ US സുപ്രീം കോടതി ഈ ഭരണഘടനാ അവകാശം വീണ്ടും ശരിവെച്ചതുമാണ്. നിയമവിരുദ്ധമായി രാജ്യത്ത് തുടരുന്നവരുടെ മക്കൾക്കോ താൽക്കാലിക വിസയിലുള്ളവരുടെ മക്കൾക്കോ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന പൗരത്വം നിഷേധിക്കാൻ പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് ഓർഡറുകൾക്ക് സാധിക്കില്ലെന്നാണ് പ്രമുഖ അമേരിക്കൻ ഇമിഗ്രേഷൻ അറ്റോർണിമാരും അമേരിക്കൻ സിവിൽ ലിബർട്ടി യൂണിയനുകളും ചൂണ്ടിക്കാണിക്കുന്നത്. പ്രസിഡന്റിന്റെ പുതിയ ഉത്തരവുകൾ പ്രാബല്യത്തിൽ വരുന്നത് തടയാൻ അമേരിക്കൻ സിവിൽ ലിബർട്ടി യൂണിയനും ഇമിഗ്രേഷൻ സംഘടനകളും ഇതിനകം തന്നെ ഫെഡറൽ കോടതികളിൽ നിയമപരമായ ഹർജികൾ സമർപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഒരു ഭരണഘടനാ ഭേദഗതിയെ സാധാരണ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ വഴി മറികടക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി മുൻപ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഫെഡറൽ ഏജൻസികളായ USCIS, ബോർഡർ പെട്രോൾ, വിസ അപേക്ഷകൾ പരിശോധിക്കുന്ന കോൺസുലേറ്റുകൾ എന്നിവർ വരും ദിവസങ്ങളിൽ കൂടുതൽ കർശനമായ ബാക്ക്ഗ്രൗണ്ട് പരിശോധനകൾ നടപ്പിലാക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കയിൽ നിയമപരമായ വിസയിൽ കഴിയുന്ന പ്രവാസി മലയാളികൾ ഈ ഘട്ടത്തിൽ അനാവശ്യമായി ഭയപ്പെടേണ്ടതില്ല. എന്നാൽ നിങ്ങളുടെ വിസ സ്റ്റേറ്റസ്, I-94 കാലാവധി, I-797 അംഗീകാരങ്ങൾ, പാസ്പോർട്ട് രേഖകൾ എന്നിവ കൃത്യമായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഗർഭാവസ്ഥയിൽ വിസിറ്റർ വിസയിലോ മറ്റ് താൽക്കാലിക വിസകളിലോ ബന്ധുക്കളെ അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ നിയമോപദേശം തേടുന്നത് ഉചിതമായിരിക്കും. അമേരിക്കൻ ഭരണകൂടം വാഗ്ദാനം ചെയ്യുന്ന പൗരത്വ നിയമങ്ങളിലെ ഈ പുതിയ മാറ്റങ്ങളും വരാനിരിക്കുന്ന കോടതി വിധികളും അറിയാൻ ഉടൻ തന്നെ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.